ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതവും അറ്റ് ദ സെയിം ടൈം ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് അന്നത്തെ ഈ പരിപാടികൾ ലൈക്ക് ബ്രേക്ക് എടുക്കുമ്പോഴോ നിർത്തുമ്പോഴോ സ്റ്റാർട്ടാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒറ്റൊരു ഷോ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദിയുണ്ട്. ലൈക്ക് 7 വർഷമായി ഫ്ലവേഴ്സ് തുടങ്ങി അന്ന് മുതൽ കുമാർപ്പെടാറെന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവറായി സ്റ്റാർ മാജിക്കായി സീസൺ 1 ആയി 2 ആയി 7 വർഷമായി. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അത് ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെ നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇപ്പോഴും എനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും എന്താ പറയുക, സ്റ്റാർ മാജിക് എടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും സജീവമായിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പോൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റൊരു നോമിനേഷനിലപ്പോൾ. അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ഫ്ലവേഴ്സിൽ ഞാൻ പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് ഷോ 7 years ആയതുകൊണ്ട് തന്നെ ലൈക്ക് സംതിങ് ചേഞ്ചസ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു എല്ലാം വഴിയും പറയാം, സമയമാവുന്നത് പറയാം. ഞാനിപ്പൊന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം നമ്മൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും. എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നില്ല. അല്ല, ഈ വിവാദങ്ങൾ എന്ന് പറയുമ്പോഴേ വിവാദങ്ങളിൽ ചെറിയ പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് ലൈക്ക് മോശമായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയും അവരെയും അദ്ദേഹത്തെയും എൻ്റെ ഫാമിലിയെയും മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞില്ല. പക്ഷേ ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ആൾക്കാരോ ലൈക്ക് എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരോ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് അവരൊന്ന് ആലോചിക്കുക. അതുപോലെ ഈ കമൻറ്റ് ഇടുന്നവരാണെങ്കിലും അതൊന്ന് ആലോചിക്കുക. പക്ഷെ ഞാൻ പറയില്ല, ഐ എം ലൈക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മളൊരു കാര്യം നല്ലത് ചെയ്തിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ എത്രയോ പേരെന്ന് പറഞ്ഞാൽ എത്രയോ പേരെന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് കഴിക്കുന്നു. ഒരു 40-46 വയസ്സായിട്ടുണ്ട് ആ ആൻറ്റിക്ക്. ഞാൻ ലൊക്കേഷനും കൂടെ പറഞ്ഞുതരാം. ആ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം ഇത് എന്തായാലും കാണും, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരും. ആ ആൻറ്റി ആരോടും ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആൻറ്റി അറിയില്ല, ഒരു തവണ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പെറ്റ് പാർക്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞത്, ലക്ഷ്മി വീഡിയോ കണ്ടു, എൻ്റെ അച്ഛൻ്റെ തോർത്ത് മാത്രമാണ്, അതായത് ലൈക്ക് ബാറ്റം തോർത്ത് മാത്രമാണ് എൻ്റെ കയ്യിൽ എക്സിസ്റ്റിംഗ്, ഞാൻ അതുകൊണ്ട് പോവാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ലൈക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് രേണു പറയുന്നത്, രേണുവാണ് എനിക്ക് ആ ഒരു ലീഡ് തന്നത്, അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, രേണുവും ഹാപ്പിയാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം, അവരുടെ ഫാമിലിക്ക് എന്നെ അറിയാം. അത് മാത്രം മതി. ഞാൻ അവരെ പോലെയല്ല വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അത് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ദുബായിലായിരുന്നു. പോസ്റ്റ് കാര്യം കണ്ടില്ല, എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റി അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരല്ല. ഞാൻ ദുബായിലായിരുന്നു. ഞങ്ങൾക്ക് മാറ്റം വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. ഞങ്ങൾ ലക്ഷ്മി എന്നെ കാണാനായിരുന്നു. ഞാൻ ഈ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നു. ക്യാമറ എന്നെ ഇവിടെ കൊണ്ടുവയ്ക്കല്ലേ പ്ലീസ്. ഒന്നുമില്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 7 years ആയിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിനും ഉണ്ടാകുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ് എനിക്കാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും. ഈ പറയുന്ന ഈ അമ്മയുടെ മനസ്സിലുണ്ടാവും, അതായത് അവർ പ്ലാസ്റ്റിക് ആയിട്ട് ഒരു ഈ അനീതിയുടെ മനസ്സിലുണ്ടോ? അങ്ങനെയല്ല, ലൈക്ക് ആരും നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ടോ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നുമല്ല കാണുക. അവരുടെ വീട്ടിലൊരു മെമ്പർ എന്താ കാണുന്നത്, അത് എല്ലാം സ്റ്റാർ മാജിക് കൊണ്ടാണ്. സ്റ്റാർ മാജിക് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹമൊക്കെ എല്ലാം നിങ്ങളോടുണ്ടായിരിക്കും കേട്ടോ. അപ്പം മിണ്ടിക്കഴിഞ്ഞാൽ എയർലാക്കുന്ന കുറച്ച് പേരുണ്ട്. ഇന്നത്തെ കാലത്ത് എയർലാക്കുന്നതിനൊക്കെ സഞ്ചരിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ അതും എൻജോയ് ചെയ്യണ ഒരാളാണ്. ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു കേട്ടോ. ആൻഡ് സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇവിടെ വന്നിട്ടുള്ള ഓൺലൈൻ മീഡിയാസിന് ഇവിടെ ഒരുപാട് ക്രൗഡ് വന്നിട്ടുണ്ട്. അതിലുപരി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റാർ
ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൺസേൺ കാര്യങ്ങള് എല്ലാം ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയാസ് ആണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ്. കാരണം എന്ത് വാർത്ത എപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ട ശരിക്കും അപ്ലോഡ് ചെയ്യാൻ. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻവിറ്റേഷനിൽ നിങ്ങൾ എത്തിയതിൽ ഞാനെല്ലാ സ്റ്റാഫ് ഓരോ സ്റ്റാഫ് അധികം പേര് വന്നിട്ടുണ്ട്. സോ താങ്ക്സ് എന്താണ് ആവുമ്പോ ഞാൻ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാം. താങ്ക് യു. കാരണം എല്ലാ എക്സ്ക്ലൂസീവും നിങ്ങൾ കൊണ്ടുപോയാൽ ഒരു ലക്കി ഡ്രോ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്.